ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 24ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. അമീറാണ്. തുടങ്ങാം. എടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാലോ, ഈ അനു ആരാണെന്നാണ് ഈ അവളെ വിചാരം? അനു ഒരു നാടക നടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രാമ ആർട്ടിസ്റ്റോ ഒന്നുമല്ല. എന്താണ് കണ്ണീര് പൊഴിക്കാൻ വേണ്ടി? ഇതെന്താണ് കണ്ണീർ നാടകമാണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ എന്ന് പറയുന്നത്? ബിഗ് ബോസ് സീസൺ 7 7 സീസൺ ആയേക്കാണ്. ഇത്രയും നാടകം കളിക്കുന്ന, ഇത്രയും കരയുന്നത് ഒരു ഇതാണെന്ന് പറയുന്നില്ല. കരയുന്നത് ഇമോഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത്രയും നാടകം കളിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിനക്കെന്ത് തോന്നുന്നു? അല്ല, കരഞ്ഞ് രാവിലെ വരുന്നു, ആരെങ്കിലും പോയി അങ്ങോട്ട് ചൊറിയുന്നു, ഇങ്ങോട്ട് പണി വാങ്ങുന്നു, കരഞ്ഞ് മെഴുകുന്നു. ഇതാണ് മെയിൻ ആയിട്ട്. പിന്നെ സദാചാര അമ്മായിയമ്മ കളി. കണ്ണീരിനുള്ള സ്റ്റോക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടായിരിക്കും വന്നേ. വിക്ടിം കാർഡ് കളിക്കാനും കരച്ചിൽ നാടകം കളിച്ച് എല്ലാവർക്കും തന്നോട് സിമ്പതി തോന്നാൻ വേണ്ടി രാവിലെ എണീച്ച് ഇന്ന് എങ്ങനെ കരയാമെന്നാണ് അനുമോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഈ മോങ്ങലും ഒരു സൈഡിൽ മോങ്ങയും ചെയ്യും. അവള് ചെയ്യുന്നതെല്ലാം സദാചാരം, ബാക്കിയുള്ളവർ ചെയ്യുന്ന എല്ലാം സദാചാര വിരുദ്ധമാണ്. അപ്പം എന്താണ്, രണ ഫാത്തിമ അവളെ ബോയ് ഫ്രണ്ടിനെ കാണാൻ ആഗ്രഹിച്ചു. അപ്പം ഉടനെ ഞാനാണെങ്കിൽ എന്റെ അച്ഛനമ്മയെ കാണാൻ ആഗ്രഹിക്കുള്ളൂ. ഈ അനുമോക്ക് എന്താണ്, ഇവളുടെ ഈ സദാചാര അമ്മാവിത്തരം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു 30 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ മെന്റാലിറ്റിനെ കൊണ്ട് നടക്കുന്ന ആള് അച്ഛനും അമ്മയും കൊണ്ടോടിരിക്കാനല്ലേ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരുടെ സമാധാനത്തോടെ കളയാൻ നോക്കി, എന്നിട്ട് അതിന്റെ അവരെല്ലാം തിരിച്ചെല്ലാം പറഞ്ഞാൽ അതുകൊണ്ട് കരയുക. 19 വയസ്സായ പെണ്ണിനെ പോയി ചൊറിയാൻ ചെയ്തിട്ട് അവളെ വായിരിക്കുന്നതായിട്ട് നമ്മൾ കരഞ്ഞ് മെഴുകുക. പിന്നെ ആ വെറുതെ നടക്കുന്ന ജിസേലിനെ അങ്ങോട്ട് പോയി ചൊറിയുക. അവള് ടാസ്ക് ജയിച്ചിട്ട് വന്ന സ്വേച്ഛാധിപതിയായിട്ട് ഇവക്കാണെങ്കിൽ അവിടെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല, മോള് വയ്ക്കുന്നില്ല. അവൾക്ക് അതുപോലെ അടുക്കളയിൽ ചെന്നാല് മറ്റേ തിട്ടപ്പുറത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ചന്തി കയറ്റി വെക്കുന്ന ഇതിന്റെ മണ്ടയിൽ. ഇനി വേറെ ജിസേൽ അങ്ങനെ വെച്ചെങ്കിൽ ഇവള് പറഞ്ഞേ, ജിസേൽ ചന്തി വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വെച്ചപ്പോ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ആ സൈഡിൽ സംസാരിച്ചേ. അത് മാത്രമല്ല, ഇന്ന് പ്രശ്നം ഉണ്ടായത് തന്നെ അറിയാലോ. ജിസൈലുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള, ഈ ദിവസത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ ഭാഗത്തും കൃത്യമായിട്ടുള്ള തെറ്റുണ്ട്. പക്ഷെ അനുവിൽ നിന്നാണ് ആ ഒരു തെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അനു തെറ്റ് സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവൾ വീണ്ടും 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 പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ അവളുടെ വേദനിപ്പിക്കാതെയാണല്ലോ ചുണ്ടിത്തൊട്ടത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ തൊടുക എന്ന് പറയുന്നത് ഒരു ബസ്സിൽ പെങ്കൊച്ച് നിൽക്കുകയാണ്, അവളെ ദേഹത്ത് ഒരാളെന്ന് സ്പർശിച്ചിട്ട് പറയാണ്, ഞാൻ അവളെ വേദനിപ്പിച്ചില്ലല്ലോ, ഞാൻ അവൾക്ക് സുഖം കൊടുക്കാനല്ലേ നോക്കിയെന്ന് പറഞ്ഞൂടെ. ഇതുപോലെ എന്ത് പോക്കരത്തരം കാണിച്ചിട്ട് അതിനെല്ലാം ന്യായീകരിച്ച് മെഴുകാനൂടെ കരയാന്ന് വിചാരിച്ച അനുമോൾക്ക് അതുകൂടെ നടക്കത്തില്ല. അനുമോളെ പേരിന്റെ കൂടെ മോളുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഇങ്ങനെ മോളെ എന്ന് പറയുന്നത് താലോളിച്ചാണ് നടക്കണമെന്നായിരിക്കും മോൾ ആഗ്രഹിക്കുന്നത്. അതെ. എന്തായാലും ഈ പറയുന്ന ജിസേലിന്റെ പ്രശ്നം തന്നെയായിരുന്നു ഈ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ 2 പേരെയും കൂടെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകുന്നു. കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയിട്ടും കുറെ ഡ്രാമ. അവിടെ ഈ പറയുന്ന ജിസേല് ഇമോഷണലി തകർന്ന് കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് അവളുടെ ഡ്രാമയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒന്നും പറയുന്നില്ല. ഈ ജിസേലിനെ പറ്റി ഈ പറയുന്ന ഡ്രാമ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഡ്രാമ തന്നെയാണ് കളിക്കുന്നത്, കരയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജിസേൽ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം മാപ്പ് പറയുന്നത് ശരി, ഓക്കെ, സമ്മതിച്ചു, എന്തുകൊണ്ട് പുറത്ത് വെച്ച് എല്ലാവരും കേക്കച്ചൊക്കെ മാപ്പ് പറഞ്ഞില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഞാൻ അവിടെ വെച്ച് കരഞ്ഞതല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഉടനെ എടുത്ത വായിക്ക് അനു പറയാണ്, നീ കരഞ്ഞത് ഡ്രാമയല്ലേ എന്ന്. അപ്പൊ ഉടനെ എടുത്ത വായിക്ക് ജിസേൽ പറയുന്നുണ്ട്, നീ ഇപ്പോ പറഞ്ഞു ഡ്രാമയാണെന്ന്. നീ തന്നെ എന്താണ് ചെയ്യുന്നത്? നാഴികയ്ക്ക് 40 ചെയ്യുന്നത്. അനുമോള് പറയണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവർ കരഞ്ഞാല് നാടകം, അനുമോള് കരഞ്ഞാൽ ജെനുവിൻ കരച്ചില്. അതാണ് അനുമോളുടെ ലൈൻ. അതെ. പിന്നെ ഇത് ഇന്നത്തെ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള സംഭവം. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിവിൻ പോകുന്നതും. നിവിൻ പോകുന്ന സമയത്ത് മറ്റേ ഒളിച്ചിരുന്ന് അയ്യോ ഞാൻ കാരണമാണല്ലോ നിവിൻ പോയത് നെഗറ്റീവ് ആക്കുമല്ലോ എന്റെ ദൈവമേ എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് കരയും ചെയ്യും. ഒരു സൈഡിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അവൻ പോയി, അവന്റെ അഹങ്കാരം, അവൻ ശരിയല്ല എന്ന് പറഞ്ഞ് പറയും ചെയ്യും. അത് മാത്രമല്ല, ഈ കുലസ്ത്രീ ചമഞ്ഞാണല്ലോ കുടുംബ പ്രേക്ഷകരുടെ വോട്ട് പുള്ളിക്കാരത്തി പിടിക്കുന്നത്. കുറി തൊട്ടും അതുപോലെ തന്നെ ഈ സദാചാര അമ്മായി കളിച്ചും ഒക്കെയാണല്ലോ വോട്ട് പിടിക്കുന്നത്. അപ്പൊ ഈ ഒരു നിവിൻ പോയ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തനിക്കെതിരെ ഫാമിലി വോട്ട് കുറയുമോ എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി ചിന്തിച്ചു കാണും. അത് മാത്രമല്ല, ശാപവാക്കുകൾ പറയുക എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് മാത്രം എഴുതി കൊടുത്ത ജാൻമണിയുടെ വേറൊരു വെർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ. അതെ. ശരിയാണ്. സത്യം. കാര്യം കഴിഞ്ഞ കൊല്ലം നമ്മൾ ജാൻമണീനൊക്കെ കണ്ടാണ് നമ്മുടെ, അതും ഈ പറയുന്ന
നൂറയാണോ നൂറേനെയാണോടാ ഏറ്റവും നൂറയാണോ ഞാൻ നസീബിക്കും എന്നൊക്കെ പറയും. അതെ അതെ സെയിം അതുപോലെ തന്നെയാണ് ഇപ്പോഴും അക്ബറിന്റെ അടുത്ത് ഈ പറയുന്ന അപ്പാനിയുടെ അടുത്ത് റെനയുടെ അടുത്ത് എല്ലാരെയും ശപിച്ച് കൊല്ലുന്ന ഒരു പരിപാടിയാണ് കണ്ടത്. കാര്യം ഇത്തവണ ഈ പറഞ്ഞ പോലെ രാത്രി ഇവര് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രിഗർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു ഈ പറയുന്ന അക്ബർ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് പാരഡി പാട്ട് പാടി അനുവിനെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പാരഡി പാട്ട് അക്ബർ എത്ര പേർക്ക് പാടിയിട്ടുണ്ട്, അവരാരും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മാത്രം എന്ത് പറഞ്ഞാലും ട്രിഗറിങ് ആണ്, പ്രശ്നങ്ങളാണ്. അത് എങ്ങനെ ബാക്കിയുള്ളവരെ ഇവള് കളിയാക്കിയാൽ എന്താണ് അത് പ്രൊവോക്കിംഗ് ഗെയിം, ഇവളാരെങ്കിലും കളിയാക്കിയാൽ അത് സൈബർ ബുള്ളിങ്ങും എന്താണ് എന്നെ കൂട്ടം ചേർന്ന് ആക്രമിക്കൽ, സംഘം ചേർന്ന് ആക്രമിക്കൽ, അങ്ങനെയൊക്കെ വരുത്തി തീർക്കും. അത് മാത്രമല്ല എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? നീ ഒരു ആണാണോ, എന്താണ് നിന്നെ എന്താണ് എങ്ങനെയാണ് നീ ഒരു ആണായിട്ട് ജനിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. നീ ഒരു ജന്മം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഒരു ജന്മമാണെന്നും പാട്ടുകാരന്മാർക്കൊരു ശാപമാണ് എന്നുൾപ്പെടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നീ ഇതിനൊക്കെ അനുഭവിക്കുമെന്നും നിന്നെ ഞാൻ ശപിക്കുകയാണെന്നും പുള്ളിക്കാരി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന പ്രൊഫഷനെ വെച്ചിട്ട് പറയുന്നു? സത്യം പറഞ്ഞ അനുവിന്റെ പ്രൊഫഷനെ പറ്റി കുറച്ചും കൂടെ കൊള്ളിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കൂടെ ഇടപെടും. പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന അക്ബറിന്റെ അപ്പനെയും അമ്മേനെയും വിളിച്ചു, സ്വന്തം പ്രൊഫഷനെ പറ്റി പറഞ്ഞു? എന്താ പ്രൊഫഷൻ, എങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ വന്നത്? അക്ബർ ഒരിക്കലും അവിടെ അനുമോളുടെ അച്ഛനെ അമ്മയെ നമ്മുടെ പരാമർശിച്ചിട്ടേ ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അതേസമയം ഇവള് അനുമോൾ എന്താ കാണിക്കുന്നത്? അപ്പനെ ചരിത്രത്തിൽ അവന്റെ നിന്റെ ഭാര്യയെ പോയി വിളിക്കും, അതുപോലെ ഇവളടുത്ത് നിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കും. അതായത് ഇവള് കുടുംബത്തിൽ കയറിയാണ് തിരിച്ചു വിളിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കുന്നിടത്ത് തന്തയ്ക്ക് തള്ളയ്ക്കും വിളിക്കുക, ഭാര്യയ്ക്ക് വിളിക്കുക. എന്നിട്ട് ഇവള് പറയണത് എന്താണ്? ഞാൻ സംസ്കാരം പഠിച്ചിട്ടുണ്ട്, ഞാൻ അച്ഛന്ന് വിളിക്കാൻ പഠിച്ചെന്നൊക്കെ പറഞ്ഞ് ഡിബേറ്റിൽ പോലും വന്നതെന്ന് ഘോരം പ്രസംഗിച്ചായിരുന്നു. വീട്ടിൽ നിന്ന് വളരെ നല്ല രീതിയിൽ വളർത്തി, നീ വളരെ നല്ല രീതിയിൽ വളർത്തിയ ആളെ വായിലിരിപ്പും ഭക്ഷണത്തരമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഒരു മാന്യമായിട്ട് സംസാരിക്കാൻ വരുന്നവരെയും എന്തെങ്കിലും സംസാരിക്കാൻ വരുന്നവരടുത്ത് അവരെ തള്ളയ്ക്ക് വിളിക്കുക, തന്തയ്ക്ക് വിളിക്കുക, അമ്മാതിരി ചെറ്റത്തരം ഊളത്തരമാണ് ഈ അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഫുഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റെനയ്ക്കെതിരെ തിരിഞ്ഞ ആ ഒരു പരിപാടി വളരെ ചീപ്പായിട്ടുള്ള ഒരു സംഭവമാണെന്നേ പറയാൻ പറ്റൂ. കാര്യം റെന കുറച്ച് ഫുഡ് അവളുടെ പ്ലേറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ അവള് പറയുന്നു ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വന്ന് ചോദിക്കേണ്ടി വരും, അപ്പൊ അതുകൊണ്ട് അനുമോളെ കുറച്ച് ഫുഡ് കുറച്ചും കൂടെ ഇടാമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. ഓൾറെഡി ഫുഡ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ള ഫുഡിനാണ് ഈ പറയുന്ന ചോദിക്കുന്നത്, കുറച്ചും കൂടെ ഇടാമോ എന്നുള്ള രീതിക്ക്. പക്ഷെ അവിടെ ഒന്നും അനുമോള് ഭയങ്കര വീമ്പ് പറയുകയാണ്, ഇങ്ങനെ തരാൻ പറ്റത്തില്ല, ഫസ്റ്റ് നീ പോയി കഴിക്ക്, അത് തീർന്നിട്ട് വീണ്ടും വരാം, വീണ്ടും വാ എന്നുള്ള രീതിക്കാ പറയുന്ന. അനുമോള് ഈ പറയുന്ന റെനയ്ക്ക് ഫുഡ് കൊടുക്കൂല എന്ന് പറയുന്നത് എന്ത് ഇതിന്റെ പുറത്ത് കുടുംബ പ്രേക്ഷകരെ വോട്ട് കിട്ടാനുള്ള എന്താണ് തന്ത്രപരമായ ഇടപെടലാണ്. ഞാൻ ചോറ് പാഴാക്കാത്ത ഞാൻ നല്ല കുട്ടിയാണേ, കഴിച്ചിട്ട് ആ മോളൂസെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ PR വർക്കുകാർ ഇവിടെ മെഴുകും ഒരു സൈഡില്. അതേസമയം ഈ സംഭവം നേരെ തിരിച്ചായിരുന്നെങ്കിൽ, ഇൻ കേസ് റെന ഫാത്തിമയാണ് ഇവർക്ക് ചോറ് കൊടുക്കാതിരുന്നെങ്കിൽ അനുമോളുടെ ഫാൻസുകാരും PR-കാരും എല്ലാം കൂടെ ഇവിടെ റെനയുടെ കോലം കത്തിച്ചാണ് റോട്ടിൽ കൂടെ. അതെ, കാര്യമെന്ന് വെച്ചാല് അനു ആരാണ് ഫുഡ് കൊടുക്കൂലെന്ന് പറയാൻ? അനുവിന്റെ വീട്ടിൽ നിന്നാണോ ഫുഡ് കൊണ്ടുവന്ന? നമുക്ക് അങ്ങനെ ചോദിച്ചുകൂടെ? പിന്നെ അത് മാത്രമല്ല മറ്റൊരു ഡ്രാമ, അത് കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മറ്റേ ടാസ്ക് ലെറ്റർ വായിച്ചത് അനു തന്നെയായിരുന്നു. പക്ഷേ ഈ പറയുന്ന ആ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ടാസ്ക് ചെയ്യേണ്ടതെന്നും ഈ പറയുന്ന നിവിനും ജിസേലിനും മാത്രമേ പോകാൻ പറ്റൂ, അവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ, മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നുൾപ്പെടെ കൃത്യമായിട്ട് ടാസ്ക് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കുന്നത് അനുമോളാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ആ മറ്റേ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അനുവിന്റെ ഡ്രസ്സും കൂടെ കയറി വന്നു. അത് എടുക്കാൻ പാടില്ല, അത് തിരിച്ചിടേണ്ടത് ജിസേലിന്റെ നെവിന്റെ ബാധ്യതയാണ്. അവര് തിരിച്ചിട്ടപ്പോഴത്തേക്ക് അയ്യോ എന്റെ ഡ്രസ്സ് തിരിച്ചിട്ടേ എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകി അനുമോളുടെ ഫാൻസുകാരും PR-കാരും എല്ലാരും കൂടെ ജിസേലിന് വൻ സൈബർ അറ്റാക്ക് ആയിരുന്നു ഒരു വശത്ത്. അതായത് അനുമോളുടെ ഡ്രസ്സ് പോലും തിരിച്ചിട്ട് ക്രൂരം, വിഷം തീണ്ടി എന്തൊക്കെയായിരുന്നു. സത്യം പറഞ്ഞാല് 2 ദിവസം കൊണ്ട് അവസാനത്തെ 22, 23, 24 ദിവസങ്ങൾ ഈ അടുത്ത് പോയ ദിവസങ്ങൾ മൊത്തവും അനുവിന്റെ കണ്ണീർ നാടകം തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട്. സ്റ്റാർട്ടിങ്ങിൽ ഷാനവാസമായിട്ടുള്ള സംഭവത്തിന്റെ അന്നോട്ട് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കരച്ചിലിന്റെ അങ്ങേറ്റത്തെ എക്സ്ട്രീം വെർഷനും PR വർക്കിന്റെ അങ്ങേയറ്റം. ഇപ്പൊ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ തന്നെ ഒരു ദിവസം അവിടെ നിൽക്കുന്നതിന് 30,000-ന് മേലെ ശമ്പളം കിട്ടുന്ന ആളാണ് അനുമോൾ. അവിടെ നിൽക്കുന്ന ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള 2 ആൾക്കാരുടെ ഒരാളാണ്. അപ്പൊ ഇത്രയും പൈസ കിട്ടുന്ന ആൾ അവിടെ നിന്ന് കരയുന്നതിന് വരെ പൈസയാണ്. അവിടെ നിന്ന് കരഞ്ഞാലും ഇനി ബാത്റൂമിൽ പോയി ഇരുന്നാലും രേണുവിനെ പോലെ പേനും കൊന്ന് അവിടെ ഇരുന്നാലും പൈസയാണ്. നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനു ഒരു ആർട്ടിസ്റ്റ് ആണ്, മികച്ചൊരു നടിയാണ്.
കരയാൻ സിമ്പിൾ ആയിട്ട് പറ്റും. അത് തന്നെയാണ് ജിസയിലും പറയുന്നത്. ജിസയിൽ എത്ര തവണ പറഞ്ഞു അനു നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന്. കാര്യം പുള്ളിക്കാരിക്ക് പെട്ടെന്ന് കരയാൻ പറ്റും. നടിയാണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. കാര്യം ഇത്രയും സെക്കൻഡ് കൊണ്ട് കരയാനും കണ്ണീര് പൊഴിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണെന്ന് തോന്നുന്നു. കാര്യം എനിക്കിപ്പോ എനിക്കിപ്പോ നല്ല സപ്പോർട്ട് കിട്ടും, പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങ് കരയണമെന്ന് വിചാരിക്കുമ്പോ കരയുന്നു. മറ്റേ ശൈത്യരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അഭിനയിക്കുന്നു. അതെ, അത് മാത്രമല്ല പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഒരു തന്ത്രമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഗെയിമേഴ്സ് ആയിട്ടുള്ള ഷാനവാസ്, അഭിഷേക്, ഒണിയല്, അക്ബർ, അപ്പാനി, ഇവർ 5 പേരും അനുവിനെതിരെയാണ്, എനിക്കെതിരെയാണ്, ഈ ജിസേലിന്റെ പ്രശ്നത്തിൽ എനിക്കെതിരെയാണ് എല്ലാരും കൂടെ നിൽക്കുന്നത് എന്നൊരു വിക്ടിം കാർഡ് ഇറക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം എല്ലാരും എനിക്കെതിരെ തിരിയുന്നു, അപ്പം ജനങ്ങളെല്ലാം എനിക്കെതിരെ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊരു മൈൻഡ് ഗെയിം ആണോ പുള്ളിക്കാരി കളിക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്കെന്ത് തോന്നലാ? അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? അല്ല, അത് തന്നെയാണ് തോന്നുന്നത്. കാര്യം ഇവള് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കാൻ പോയ സമയത്ത് ഷാനവാസൊക്കെ വന്നിട്ട് ഇവരുടെ പറഞ്ഞ ഞാൻ നിന്റെ കൂടെ ഉണ്ട് അതാണെന്നൊക്കെ പറയുമ്പോഴേ ഇവൾ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല. കാര്യം ഈ വിക്ടിം കാർഡ് കളി അവിടെ നിന്ന് പോകും. മെഴുകാൻ പിന്നെ പറ്റത്തില്ലല്ലോ. അതേസമയം ബാക്കിയുള്ളവരെല്ലാം പാവാടത്തുമ്പിലാണ്, മൊണ്ണകളാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ സദാചാരം കാത്തു സൂക്ഷിക്കാനും കേരള തനിമയും മലയാള തനിമയും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ചുരിദാർ വിട്ട് നിന്നാൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഈ കിടന്ന് മെഴുകുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, എന്തായാലും ബിഗ് ബോസ് സീസൺ 7 എത്രത്തോളം ഈ അനുവിന്റെ കണ്ണീർ നാടകം പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. ദിവസം 30,000, 40,000, 50,000 വാങ്ങിച്ച് നിൽക്കുന്ന ആള് ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുന്നതിനും പൈസ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് ഈ ഇടയ്ക്ക് ദിവസം പോണോന്ന് പറയില്ല. ഇപ്പൊ എന്താ പോണ്ടേ? കഴിഞ്ഞാൽ പുറത്ത് ഇടയ്ക്കൊരു മൊമെന്റിൽ ആരോട് ലൈവിൽ ഞാൻ കണ്ടതാണ്, അനുമോള് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് എത്രയോ പ്രോഗ്രാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് വീട്ടിൽ കൃത്യസമയം പൈസ അയക്കാനൊക്കെ ഞാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നോ അങ്ങനത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഇത്രയും ബോധമുള്ള ഇവിടുന്ന് ഡെയിലി പൈസ കിട്ടുന്ന, ആഴ്ചയിൽ വീട്ടിൽ ചെക്കെത്തുന്നൊക്കെ അറിയാവുന്ന ആള് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത്. ഈ കരഞ്ഞ് മെഴുകുന്നതിനൊക്കെ പൈസ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കിടന്ന് നാടകം കളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും കൊല്ലം 30 കൊല്ലം വീട്ടിൽ താമസിച്ച ആൾക്കാർ വീട്ടിലൂടെ സമാധാനമായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് നാടകം കളിച്ച് കരഞ്ഞ് മെഴുകി വിക്ടിം കാർഡ് കളിച്ച് കുറച്ച് പൈസ ഒപ്പിച്ചുകൊണ്ട് പോകാൻ തന്നെയാണ് വന്നത്. ആ നാടകങ്ങൾ ഇവിടെ തുടരുകയും ചെയ്യും. അപ്പൊ ഈ PR മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവള് ഇവിടെ കിടന്ന് മെഴുകി പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും, നിങ്ങളവിടെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും. മറ്റേ ബാക്കിയുള്ള പാവപ്പെട്ട വിജയിക്കേണ്ട അർഹതയുള്ള കണ്ടസ്റ്റൻസ് പുറത്താവുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. സോ എന്തായാലും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോവാം. ആദില നൂറയുടെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ LGBTQ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷനിലൂടെയാണ് സത്യത്തിൽ ബിഗ് ബോസ് അവരെ ബിഗ് ബോസിലേക്ക് വിളിച്ചത്, സീസൺ 7 വിളിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ടാഗ് ലൈൻ തന്നെയായിരുന്നു, ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അവര് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല എന്നൊരു സംഭവമാണ് നിവിൻ പുറത്തായ സമയത്ത് അവസാനം പറഞ്ഞ വാക്കുകളിലൊന്ന്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഇവിടെ LGBTQ റെപ്രസെന്റേഷനിലൂടെയാണ് ബിഗ് ബോസ് സീസൺ 7 പ്രവേശിച്ചത്, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ഒരൊറ്റ വാക്ക് പോലും ഇതുവരെ പറഞ്ഞില്ല എന്ന് നിവിൻ പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു ആ ഒരു അത് പറഞ്ഞത്? നിവിൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതോടെ ആഡ് ചെയ്ത് പറയാം. അതായത് നിങ്ങളെ രണ്ടുപേരെ ഞാൻ തമ്മിൽ തെറ്റിക്കും എന്നും പറയുന്നുണ്ട്. നൂറയോട് പറഞ്ഞു, വേറെ ആരോട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് ആദിലെ നൂറയും തമ്മിൽ തെറ്റിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നൂറയോടും പറഞ്ഞിട്ടുണ്ടെന്ന് നൂറ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിവിൻ സംസാരിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. അപ്പം നിവിൻ പറഞ്ഞ വേറൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കേസ്, നിവിൻ അവിടെ വന്നിരിക്കുന്നത് LGBTQ റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല, പുള്ളിയൊരു എന്റർടൈനർ എന്നുള്ള നിലയിലാണ് വന്നത്. തുടക്കത്തില് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം LGBTQ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇവരിവിടെ വന്നത്. നമ്മുടെ എൻട്രി തന്നെയാണ് നമ്മുടെ റെപ്രസെന്റേഷൻ എന്ന ഒരു വശത്ത് ആദിലെ നൂറയും പറയുമ്പോഴും എനിക്ക് ആ നിവിൻ പറഞ്ഞ ഇതിനോട് യോജിക്കാനാണ് തോന്നുന്നത്. കാര്യം LGBTQ വേണ്ടി ഒരു കാര്യങ്ങളും അവിടെ സംസാരിച്ചിട്ടില്ല ആദിലെ നൂറ്. അവര് വന്നു എന്നുള്ളത് ഒഴിച്ച്, അല്ലെങ്കിൽ അവരവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, ടാസ്ക് കളിക്കുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർ LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി യാതൊന്നും ചെയ്തില്ല. അവർക്ക് അവരുടെ പേഴ്സണൽ, അവരുടെ രണ്ടുപേരുടെ ജീവിതം മാത്രമാണ് ഇമ്പോർട്ടൻസ്. അവരുടെ രണ്ടുപേരുടെ കമ്മ്യൂണിറ്റി, ഈ മൊത്തം കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടെ എക്സിസ്റ്റൻസ് മാത്രമാണ് അവരുടെ വിഷയം. മറ്റുള്ള ആൾക്കാർ, അതായത് എന്താണ്, മറ്റു ലെസ്ബിയൻസിനെ സഹായിക്കാൻ പോവുകയോ അങ്ങനെ ഒന്നും അവരുടെ കൺസേണും അല്ല. ഇപ്പൊ ഈ ബിഗ് ബോസ് വന്നിട്ട് തന്നെ അവർ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ LGBTQ എന്നുള്ളതിൽ എന്നുള്ളൊരു സാധനത്തിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ എല്ലിന് വേണ്ടി പോലും അവർ സംസാരിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലും കഷ്ണത്തിന് വേണ്ടി പോലും അവർ ബിഗ് ബോസിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ സംസാരിച്ചിട്ടില്ല.
പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ഈ സദാചാര അമ്മായി ആയിട്ടുള്ള അനുമോള് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഒരിക്കലല്ല പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സെക്ഷുവൽ ലൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ എമോഷണൽ ലൈഫ് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. സെക്ഷുവൽ ലൈഫ് എന്ന് പ്രത്യേകിച്ച് പൊതുവിൽ ഒരു ധാരണയുണ്ട്, ഗേ ആയിട്ടുള്ള ആണുങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കും പരിപാടി ചെയ്യുന്നത്, പെണ്ണുങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കും സെക്സ് ചെയ്യുന്നത് എന്നുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ സെക്ഷുവൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും ഉണ്ട്. അതറിയാൻ വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ, ഒരാണും പെണ്ണിനെയും പോലെ ജീവിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പൊതുവിൽ വരുന്നത്. പൊതുവിലുള്ള പൊതു ധാരണ എന്ന് പറയുന്നത് അതിനെല്ലാം തിരുത്തി കുറിച്ചാണല്ലോ ഇവർ ഇത്രയും ദിവസം ഇവിടെ നിന്നത്. ഓരോരുത്തർ കരയുമ്പോഴും ഇപ്പൊ നൂറ കരയാൻ നിർത്ത് ആദില വന്ന് സപ്പോർട്ട് ചെയ്യുന്നതും, ആദില കരയാൻ നിർത്ത് നൂറ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ലാലേട്ടന്റെ എപ്പിസോഡിലും കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ കണ്ട സംഭവങ്ങളാണ്. കാര്യം ഷാനവാസും അതുപോലെ തന്നെ അക്ബറും ഉൾപ്പെടെ സെക്ഷുവാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇവരടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കരയുന്ന സമയത്ത് പരസ്പരം എന്താ പറയാ, ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ച് എങ്ങനെയാണോ പരസ്പരം തുണയാകുന്നത് അതുപോലെ തന്നെയാണ് ഇവർക്കിടയിലും സംഭവിക്കുന്നത്. അവർക്കത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അത് ലെസ്ബിയൻ കപ്പിൾസ് എങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അവർക്ക് പറഞ്ഞ് തെളിയിക്കേണ്ട ആവശ്യമില്ല. അവര് ജീവിച്ച് കാണിക്കുകയാണ്. ഈ അമീർ ഇപ്പം പറഞ്ഞല്ലോ, എന്താ പറയാ, അവര് റെപ്രസെന്റേഷനിലൂടെയാണ് വന്നതെങ്കിൽ കൂടി അവരൊന്നും പറയുന്നില്ല എന്നുള്ള രീതിക്ക് അവര് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അതാണ് ആ ഒരു രീതിക്കുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവര് ഒന്നും പറയുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്, ആയിരിക്കാം. പക്ഷെ അവര് പ്രവർത്തിക്കുകയാണ്, അവരുടെ ലൈഫിലൂടെ തന്നെയാണ് അവരുടെ ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഉണ്ടടാ. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നിവിൻ, നമുക്ക് നിലവിലറിയാം നിവിനും ജിസേലുമാണ് സ്വേച്ഛാധിപതികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് 23ാമത്തെ ദിവസം ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. ആ മോർണിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു: 7 പേര് നിലവിൽ അടിമകളാണ്. അടിമകളല്ലാത്ത ആൾക്കാരിൽ പെട്ട 2 പേരാണ് ആദിലയും നൂറയും. അവരെ എന്തുകൊണ്ടാണ് അടിമകളായിട്ട് തിരഞ്ഞെടുക്കാത്തത്, അതിന്റെ റീസൺസ് ആണ് പറയേണ്ടത്. അതിൽ നിവിൻ പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: ആദിലയും നൂറയും ഒരുപോലെ പറഞ്ഞാണ്, ആദിലയും നൂറയും സംസാരിക്കാൻ ഒട്ടും ഓക്കെ അല്ല. എന്ന് വെച്ചാൽ അവര് ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല, അവരുടെ വോയിസ് വളരെ ലോ ആണ് എന്നുള്ള രീതിക്കൊക്കെ വലിയ വർത്തമാനം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷെ അതേ ലോ ആയിട്ടിരിക്കുന്ന, അതേ ശബ്ദം കുറഞ്ഞ വോയിസ് തന്നെയാണ് ഇന്ന് ശബ്ദം ഉയർത്തി നിവിൻ ഇവിടുന്ന് പുറത്തു പോകണമെന്നും, നട്ടലുണ്ടെങ്കിൽ, നീ ഒരാണാണെങ്കിൽ, നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ട്രിഗർ ചെയ്ത് നിവിനെ പുറത്താക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞ കർമ്മയാണ്. കർമ്മ എങ്ങനെ ബൂമറാങ്ങളായിട്ട് തിരിച്ചു വരുന്നു എന്ന് നിവിൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഇൻസ്പിറേഷൻ ആക്കിക്കൊണ്ട് നൂറയും ആദിലയും ആണ് സത്യം പറഞ്ഞ ട്രിഗർ ചെയ്ത് നിവിനെ പുറത്താക്കിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എനിക്കതിൽ ഒരു അഭിപ്രായമുണ്ട്. കാര്യം അത് വെറും ബാലിശായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കേസ്, ഇവർ രണ്ടുപേരും തമ്മിൽ പിരിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ട്രിഗറിംഗ് പോയിന്റ് എന്നുള്ള കാര്യം ആ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ഷാനവാസ് എല്ലാവരും നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇവര് ഞങ്ങളെ രണ്ടുപേരും തമ്മിൽ പിരിക്കും എന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു, അനുമോളോട് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ സംസാരിച്ചു. പ്രധാന ദേഷ്യം അതാണ്. റെപ്രസെന്റേഷൻ രണ്ടാമത്തെ വിഷയമാണ്. അപ്പം ഇത്രയും ഇവര് ഈ കഴിഞ്ഞ എത്ര വർഷം, എനിക്ക് തോന്നുന്നു ഒന്നിച്ചിട്ട് തന്നെ ഏതാണ്ട് 3 വർഷത്തിന് മേലെ ആയെന്ന് തോന്നുന്നു. ഇവര് ഒന്നിക്കുന്ന കാലയളവിൽ നൂറെ വീട്ടിൽ പൂട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ, ഇവർക്കിപ്പോ 24ഉം 25ഉം വയസ്സുണ്ട്. ഇവര് +2 പഠിക്കുന്ന കാലം തൊട്ടേ ഏകദേശം 17 വയസ്സ് തൊട്ടേ ഇവരുടെ പ്രണയം തുടങ്ങി. ഏകദേശം 8 കൊല്ലമായി. ഞാൻ ഒരു കൂട്ടിച്ചേർത്ത് ഞാൻ പറഞ്ഞു ഒന്നിച്ച് ഇവരെ ഹൈക്കോടതി വിധി പ്രകാരം ഇവരെ ഒന്നിച്ച ശേഷം 3 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പം ഇവര് ഒരു സമയത്ത് ഇവരെ വീട്ടുകാർ തന്നെ ഇവരെ പിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നൂറെ പൂട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത് ഒക്കെയാണ് അവിടെ ഇവരെ തമ്മിൽ ഒന്നിച്ചൊരു സാഹചര്യം ഉണ്ടായതും കോടതിയിൽ വെച്ച് തന്നെ ഇവരെ രണ്ടുപേരും കോടതി ഒന്നിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാലയളവിനുള്ളിൽ എത്ര ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഇവരെ എതിർത്തിട്ടുണ്ടാവും. ബന്ധുക്കളായിട്ടും രക്ഷകർത്താക്കളായിട്ടുള്ളവരും സുഹൃത്തുക്കളായാലും എല്ലാ തരത്തിലുള്ള എതിർപ്പുകൾ ഇവരെ രണ്ടുപേരും പിരിക്കുമെന്ന ശപഥം എടുത്തിട്ടുള്ള ആൾക്കാർ സ്വന്തം വീട്ടിൽ തന്നെ 20 വർഷമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും മേ ബി. ഇതിനെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇന്നലെ കണ്ട 20 ദിവസം മാത്രം പരിചയമുള്ള ഒരാൾ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ട്രിഗർ ആവേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ ഈ പൂമ്പാറ്റകൾ എന്നും മഴവില്ലുകളായിട്ട് നിൽക്കുന്നതല്ലാതെ ഫയറായതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. കാര്യം ഇന്ന് ഇറങ്ങിപ്പോയ നിവിൻ നാളെ തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഫയർ എല്ലാം ഫ്ലവർ ആവുമല്ലോ. അപ്പം അവിടെ കിടന്ന് നൂറ് ചാടിയതിനോട് എനിക്ക് വലിയ ഒരു അനുകൂലമൊന്നും തോന്നുന്നില്ല.
കർമ്മ എന്ന് പറയുമ്പോഴും ഇനി മുന്നോട്ട് നിവിൻ തിരിച്ചു വന്നില്ലെങ്കിൽ കർമ്മ ഓക്കെയാണ്. നിവിൻ തിരിച്ചു വരുന്ന പക്ഷെ ഇറങ്ങിപ്പോയ ആള് തിരിച്ചു വന്നു, ഇനി എന്താണ് അവിടെ കർമ്മയ്ക്ക് പ്രസക്തി? അല്ല, അവിടെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇറങ്ങി പോകുമെന്ന് നിവിൻ അപ്പൊ വെല്ലുവിളിച്ചു, അത് കണക്ക് ഇറങ്ങിപ്പോയി, തിരിച്ച് കേറൂല എന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, അവിടെ നിവിനും വിജയിച്ചല്ലോ, ഇറങ്ങി പോടാന്ന് ഇറങ്ങി പോയല്ലോ. അതെ അതെ അതെ, നിവിനെ അങ്ങനെ ന്യായീകരിക്കാം. ഈ ട്രിഗർ ചെയ്ത് നമ്മളെ പുറത്താക്കിയെന്ന് ആദില നൂറയ്ക്കും വാദിക്കാമെന്ന് തന്നെ. ഗട്സ് ഉണ്ടെങ്കിൽ പോടാന്ന് പറഞ്ഞ് ഗട്സ് കാണിച്ചല്ലോ. അതെ അതെ. എന്തായാലും പിന്നീടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നാണ് നിവിൻ പുറത്തു പോയത് ആവശ്യമില്ലാത്തൊരു വള്ളി പിടിച്ചിട്ടാണോ എന്നുള്ളൊരു സംശയം നമുക്ക് വരും. നിനക്ക് എന്ത് തോന്നുന്നു, നിവിൻ ആവശ്യമില്ലാത്ത വള്ളിയാണോ പിടിച്ചത്? എനിക്ക് വള്ളിയായിട്ട് തോന്നിയത് ഈ ട്രിഗറിംഗ് പോയിന്റ് നൂറായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ പുറത്തു പോയതിൽ നിവിൻ കാണിച്ചൊരു മണ്ടത്തരമുണ്ട്. ഒന്നാമത്തെ കേസ് ജിസേലിനാണ് അവിടെ ബാധിക്കപ്പെട്ട പ്രശ്നം. ജിസേലാണ് ഇത് ഉയർത്തിക്കൊണ്ട് വരേണ്ടിരുന്നത്. ജിസേലും അനുമോളായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിവിൻ പുറത്തു പോകുമെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ജിസേലിന് ഈ ഒരു സംഭവത്തിൽ ന്യായമായ ഒരു നടപടി ബിഗ് ബോസ് എടുക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. അതേസമയം അവരുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിനിടയിൽ ഞാൻ പോകും എന്ന് പറയുന്നതിനോട് ഒരു ബന്ധമുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് നിവിൻ കാണിച്ചൊരു മണ്ടത്തരമായിട്ട് തന്നെയാണ്. തേഞ്ഞ ഒരു പരാജയപ്പെട്ട സാധനം ഉണ്ടല്ലോ, മുഹമ്മദ് ബിൻ തുഗ്ലക്കോ, ബുദ്ധിമാനായ വിഡ്ഢി എന്ന് പറയുമ്പോൾ ഭയങ്കര ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യാനൊക്കെ വളരെ ഭീകര ബുദ്ധി കാണിച്ച നിവിൻ മോനോസ് ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിന് അവർ രണ്ടുപേരും കൺഫറൻസ് റൂമിലോട്ട് വിളിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ കാര്യത്തിന്റെ പേരും പറഞ്ഞ് പോയത് ആന മണ്ടത്തരായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. എന്തായാലും മറ്റൊരു കാര്യം കൂടെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാം. നിവിൻ പലപ്പോഴായിട്ട് പലരിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധം റിലേഷൻഷിപ്പ് പിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ എന്റെ കൂട്ടുകാരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ പല ബന്ധങ്ങളും ലൈഫുകളും തകർത്തിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയുന്ന കണക്ക് പലരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഭവം ഈ പറയുന്ന നിവിന്റെ ഗെയിമുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമോ? അത് വെറുതെ പറഞ്ഞായിരിക്കുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? അത്തരത്തിലൊരു സംസാരം പുള്ളിയിൽ നിന്നുണ്ടായത് എത്രത്തോളം സത്യസന്ധമായിരിക്കും എന്ന് നിനക്ക് തോന്നുന്നു അമീറെ? അല്ല, ഞാൻ അത് നേരത്തെ പറഞ്ഞൊരു നിലപാട് തന്നെ എനിക്കുള്ളത്. അതായത് ഇവരെ രണ്ടുപേരും പിരിക്കാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ശ്രമിച്ചിട്ടും പിരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നിവിൻ അങ്ങനെ പറഞ്ഞ നിവിന്റെ ഒരു ഗെയിം മാത്രമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇവരെ പിരിക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാവും? ആയിരക്കണക്കിന് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? 20 വർഷം വരെ വളർത്തിയ വീട്ടുകാരുൾപ്പെടെ ഇവരുടെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എത്ര പേര് ശ്രമിച്ചിട്ടുണ്ടാവും? മതമേലധ്യക്ഷന്മാര്, അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ, അവരെല്ലാവരും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം നിവിൻ പറഞ്ഞതുകൊണ്ട് നടക്കും തോന്നുന്നുണ്ടോ? നീ വിചാരിക്കുന്നുണ്ടോ നിവിൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് ഇവർ രണ്ടാവുന്നു? അവരുടെ നിലനിൽപ്പിന് അവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. നിവിൻ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവിന്റെ ഗെയിം ആയിരിക്കാനും ഇവരെ പ്രൊവോക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. എന്തായാലും നമുക്ക് 24ാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നിവിന്റെ പ്രശ്നം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ 24ാമത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പുലർച്ചെ 5:20 പോലും, ഏകദേശം 6 മണിക്ക് പോലും ടാസ്ക് ചെയ്യുന്ന 7 പേരെയാണ് നമ്മൾ കാണുന്നത്. അതിൽ അനീഷ് ഉറങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ അനീഷ് ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പൊതുവിൽ എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ബാക്കിയുള്ള എല്ലാ ടാസ്കുകളും, ബാക്കി 3 ടാസ്കുകളും കൂടുതലും ബാക്കിയുള്ള ആൾക്കാരാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ആദില, നൂറ, രേണു, ശൈത്യ, അനു എന്നിവര് കഴിഞ്ഞ രാത്രി നവീൻ ഈ പറയുന്ന ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന ചോക്ലേറ്റും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നവീൻ എന്ത് ചെയ്യുന്നു? പ്ലേറ്റ് മാറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് അവര് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത്, അവര് അടിച്ചു മാറ്റുകയാണ് ചെയ്തത് എന്നുള്ള രീതിക്കൊക്കെ ജിസൈലിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവര് ആരുടെ ചോദിക്കാതെയാണ് എടുത്തത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? ആദില, നൂറ, രേണു, ശൈത്യ, അനു എന്നിവര് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിവിൻ പറഞ്ഞു എന്നിട്ട്, ജിസൈലിന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നൂറ സംസാരിക്കുന്നുണ്ട്. ജിസൈലിന്റെ ഇഷ്ടപ്പെട്ടവർ അകത്തുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്ന പുള്ളിക്കാരത്തി അവര് വന്നിട്ട് ഫുഡ് എടുക്കാം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് നവീൻ അല്ലെങ്കിലും അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആദില അപ്പൊ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ഈ ജിസൈലിന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ചിലരിടത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നൂറ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ചാൻസ് കിട്ടും, എവരി ഡോ ഹാസ് എ ഡേ, എല്ലാ പട്ടികൾക്കും ഒരു ദിവസമുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ നമുക്കും ഒരു ദിവസം ഉണ്ടാകും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ ആദിലെ കൂട്ടിച്ചേർത്ത് പറയുന്നത് വെച്ചാൽ ഒരു വടി കിട്ടും, ആ ടൈമിന് അടിക്കുക എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നെ ടാസ്കിന്റെ ഇടയിൽ ഈ പറയുന്ന ടാസ്ക് ഏകദേശം
സമയം കഴിയാറായല്ലോ 7 പേര് ചെയ്യുന്ന ടാസ്ക്. അതിൽ എന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, എന്തായാലും നിങ്ങൾ പുറത്തേക്ക് ചെല്ലു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ബിഗ് ബോസ്. പിന്നീട് ജിസേലും നവീനും തമ്മിലുള്ള ഒരു സംസാരമാണ്. ഷാനവാസിനോട് സംസാരിക്കുകയാണ്. ഷാനവാസിന്റെ അടുത്ത് നവീൻ പറയാണ്, ഇന്ന് നമ്മളെ നിങ്ങൾ വിളിക്കേണ്ടത് സാർ മാഡം എന്നാണ്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, പോയി പണി നോക്കണം എന്നുള്ള രീതിക്ക് ഫണ്ണായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ജിസേലും നവീനും അനുവും തമ്മിലുള്ള കിച്ചണിൽ നടക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നേരത്തെ യഥാർത്ഥ പ്രശ്നം, വലിയ പ്രശ്നത്തിലേക്കുള്ള തുടക്കമാണ്. ജിസേല് പറയുന്നുണ്ട്, നമുക്കിന്ന് ബർഗർ വേണ്ട, നിങ്ങളുടെ ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഉടനെ അനു, സത്യം പറഞ്ഞാൽ മാന്യമായിട്ടാണ് ജിസേൽ അത് പറയുന്നത്, ഉടനെ അനു പറയാണ്, എന്നാ പോയി ആ ബർഗറിൽ പോയി കിടന്നോ, ബർഗർ എന്താ കാണാതെ കിടക്കുകയാണോ നമ്മൾ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി അതിനെ വേറൊരു രീതിയിൽ ലെവലിലേക്ക് മാറ്റി. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, നീ പലപ്പോഴും ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്, പക്ഷെ നീ ഇപ്പോഴും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, റെനയുടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൺമഷി ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോ ജിസേല് പറയുന്നുണ്ട്, കാണിച്ചതാ എങ്കിൽ പിന്നെ നീ കാണിച്ചു താടി എന്ന് ജിസേൽ അങ്ങോട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ ഈ വെല്ലുവിളി ഏറ്റെടുത്ത കണക്ക് അനു എന്ത് ചെയ്യുന്നു, ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജിസേലിന്റെ പെർമിഷൻ ഇല്ലാതെ അവളുടെ ചുണ്ടിലിട്ട് ഉരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ചുണ്ടിൽ ഉരച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഉടനെ അവിടെ ട്രിഗേർഡായി ഫിസിക്കൽ അസോൾട്ട് കണക്ക് പോലെ ഒരു പരിപാടി നടന്ന് ജിസേൽ ഉടനെ എന്ത് ചെയ്യുന്നു, പിടിച്ചു തള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്റെ ദേഹത്ത് എന്റെ അനുവാദമില്ലാതെ കൈ തൊടുന്നോ എന്നുള്ള രീതിക്ക് പിടിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ചോദിച്ചുകൊണ്ട് പിന്നീട് ഒരു 2 ധ്രുവങ്ങളാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കുറെ പേര് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറെ പേര് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദില വന്ന് ജിസേലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിസേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന അപ്പാനിയും അതുപോലെ തന്നെ ഷാനവാസ് ഒക്കെ വരുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പാനി പറയുന്നുണ്ട്, നീ എന്തിനാ അവളെ തൊട്ടത് എന്നുള്ള രീതിക്ക് അനുവിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, അവൾ എന്തിനാ ലിപ്സ്റ്റിക് യൂസ് ചെയ്തത്, അവളെ അതുപോലെ തന്നെ എന്നെ പിടിച്ച് തള്ളി എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. ഷാനവാസും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എന്തായാലും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ്, ഷാനവാസിനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ അനു പറയുന്നുണ്ട്, ലോക തോൽവിയാണ് അക്ബർ എന്ന് പറയുന്നുണ്ട്, പോടോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ പോയി വിളിക്കടി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഉടനെ അനു പറയുന്നുണ്ട്, നിന്നെ പോലുള്ളവർ എന്റെ വീട്ടിലില്ല, അതുകൊണ്ട് എങ്ങനെ പോയി വിളിക്കൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. എന്തായാലും ജിസേൽ കരയുന്നുണ്ട്, മെന്റലി ടയേർഡ് ആണെന്നും പറയുന്നുണ്ട് പുള്ളിക്കാരത്തി. എന്തായാലും സപ്പോർട്ടായിട്ട് ഷാനവാസും അനീഷും അഭിലാഷും നിബിനും ഒണിയലും ഒക്കെ ചുറ്റിനുമുള്ള ആണുങ്ങളെല്ലാം ചുറ്റിലുള്ള കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഉടനെ അപ്പാനി ക്യാമറയെ നോക്കി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്, കാര്യം ക്യാപ്റ്റൻ ആണല്ലോ. ഉടനെ നിവിൻ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കുകയാണ്. എന്താണ്, നിവിൻ വന്നിട്ട് സംസാരിക്കുകയാണ്, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അനുമോൾ സ്വേച്ഛാധിപതികളായിട്ട് വെച്ചിരിക്കുന്നത് എന്തും ചെയ്യാൻ എന്നുള്ളൊരു അവകാശം ഉള്ളത് കൊണ്ടാണ്. അനുമോളെ സംരക്ഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യും, ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അനുവിനോട് ചെന്ന് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യും എന്നുള്ള രീതിക്ക് അവളെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്തായാലും 7 പേര് ചെയ്ത ടാസ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അക്ബറും റെനയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ അനീഷിന്റെ ടാസ്ക് വളരെ മോശമായിരുന്നു, സംതൃപ്തി ഇല്ല എന്നുള്ള രീതിക്ക് ആര്യൻ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഒണീലിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ ടൈമിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ എല്ലാവർക്കും ഉണ്ട്, എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം, പക്ഷെ കയ്യാങ്കളി പാടില്ല. എന്താണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമ നടപടിയിലേക്ക് നമ്മൾ പോകും എന്നുള്ള രീതിക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ജിസേലിനെയും അനുവിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. ആ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടുള്ള നാടകം നമ്മൾ പിന്നീട് കാണുന്നത്. എന്തായാലും നൂറ അപ്പൊ ആ ടൈമിൽ പറഞ്ഞു വെക്കുകയാണ്, ഏത് നവീന്റെ അടുത്ത്, അനുമോൾ അല്ലെങ്കിൽ നീ പോകുമെന്നാണ് പറഞ്ഞത്, ക്വിറ്റ് എന്ന് പറഞ്ഞായിരുന്നു, ആ വാക്ക് നീ പാലിക്കണം, നിനക്കത് ഓർമ്മ വേണമെന്ന് നൂറ ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് നിവിന്. അപ്പൊ എന്തായാലും നിവിൻ പറയുന്നത്, ആ ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. എന്തായാലും കൺഫെഷൻ റൂമിൽ പോയിട്ട് അനു ഇങ്ങനെയാണ് പറയുന്നത്, ബിഗ് ബോസിന്റെ റൂൾസ് ജിസേല് പലപ്പോഴായിട്ട് ബ്രേക്ക് ചെയ്തു, എന്താണ്, ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, ചുണ്ടിൽ ജസ്റ്റ് തൊടാനാണ് ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ജിസേല് പറയുന്നുണ്ട്, എന്റെ അനുവാദമില്ലാതെ ഈ പറയുന്ന എന്റെ ചുണ്ടിൽ പിടിച്ചത് ശരിയാണോ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. ഇതൊരു ഫിസിക്കൽ അസോൾട്ടിന്റെ ഭാഗമല്ലേ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസേല് പറയുന്നുണ്ട്, നടപടി ഉണ്ടാവണം, ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട്, ഗെയിം കളിച്ച് ടാസ്ക് ചെയ്യുമ്പോൾ മുറിവൊക്കെ ജിസേലിന് പറ്റിയിട്ടുണ്ടല്ലോ, അന്നൊന്നും കരഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഇപ്പം കരയുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസേൽ എടുത്ത വായന പറയുന്നുണ്ട്, അത് ടാസ്ക് ആണ്, ഇതെന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ പിടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോ അനു പറയുന്നുണ്ട്,
ഞാൻ ക്ഷമ ചോദിച്ചല്ലോ. അപ്പൊ ജിസേൽ പറയുന്നുണ്ട് മാപ്പ് പറയേണ്ടത് പുറത്ത് വെച്ചായിരുന്നു, ഞാൻ കരഞ്ഞ സമയത്ത് നീ മാപ്പ് പറയണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് കരയുന്നത് ഡ്രാമയാണെന്ന് എനിക്കറിയാമെന്ന്. ഉടനെ ജിസേൽ പറയുന്നുണ്ട് ഇവിടെ എല്ലാ ദിവസവും കരയുന്നത് ഡ്രാമയല്ല, ഞാൻ ഒരു ദിവസം കരഞ്ഞപ്പോൾ ഡ്രാമയാണ്, അപ്പൊ നീ എല്ലാ ദിവസവും ഡ്രാമയാണ് കളിക്കുന്നത് എന്നൊരു വാദമാണ് ജിസേൽ ഉന്നയിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ബിഗ് ബോസ് നിവിനോട് ചോദിക്കുന്നുണ്ട് ജിസേലിന്റെ പ്രശ്നവും നിവിൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോ അനുവിന്റെ ഡ്രാമകളെ പറ്റി പുള്ളിക്കാരൻ നിവിൻ എന്തൊക്കെയോ അണക്ക് പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് അവസാനം ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, ക്വിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിവിൻ പറയുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് ഉടനെ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തി, അങ്ങനെയാണെങ്കിൽ പ്രധാന വാതിൽ തുറന്നിടുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഉടനെ ആദില നൂറ അവര് ഉണർന്നു, ധൈര്യം ഉണ്ടേ പോടാ, ആണാണെങ്കിൽ ഇറങ്ങി പോടാ, നട്ടലുണ്ടെങ്കിൽ ഇറങ്ങി പോകണം എന്ന ക്വിറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഈ രണ്ടുപേരും പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഷെയിമായി പോയി നിവിന്. നിവിൻ എന്തായാലും പോകാൻ വേണ്ടിയുള്ള പെട്ടി പാക്ക് ചെയ്യുന്നതായിട്ടും പോകാൻ വേണ്ടി പോകുന്നു. എല്ലാരും പറയുന്നുണ്ട് പോവല്ലേ, ഇതെല്ലാം അവളുടെ ഡ്രാമയാണ്, ഇപ്പൊ ഇതിലൊന്നും ട്രിഗർ ചെയ്യാണ്, അവര് ട്രിഗർ ചെയ്യാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിവിൻ പോകുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ആദില നൂറേത്താണ് പറയുന്നത് നിങ്ങൾ LGBTQ റെപ്രസെന്റേഷനിലൂടെയാണ് വന്നത്, പക്ഷെ ഇവിടെ വന്നിട്ട് ഒരൊറ്റ കാര്യങ്ങൾ LGBTQ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പ്രധാന വാതിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ആ സമയം ഈ അനു ഭയങ്കര ഡ്രാമ കളിച്ച് കരയുന്നതായിട്ടും ഒളിച്ചിരുന്ന് അയ്യോ ഇത് പെട്ടുപോയല്ലോ, ഞാൻ പെട്ടുപോയല്ലോ, ഇതും കൂടെ എന്റെ തലയിലാകുമല്ലോ എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി കുറെ എക്സ്പ്രഷൻ ഇടുന്നതൊക്കെ നമ്മൾ കാണാൻ പറ്റും. എന്തായാലും നൂറ് ആ ടൈമിൽ ഭയങ്കര ഹൈപ്പർ എന്ന് വെച്ചാൽ വൺ ഹൈപ്പർ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കാരിയുടെ അടുത്ത് ആർക്കും അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഹീറ്റായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും, ഇവിടെ ഇപ്പൊ ക്വിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് നിവിനാണ്, അതുകൊണ്ട് നിവിൻ പോയി, ഇതിനെപ്പറ്റി ഒരൊറ്റ മനുഷ്യർ എന്റെ അടുത്ത് ചോദിക്കാൻ വന്നേക്കരുത് എന്നൊരു വാണിംഗ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അനുവിന്റെ അടുത്ത് ചെന്നിട്ട് ആദില പറയുന്നുണ്ട് ഇതിന്റെ ഈ പ്രശ്നത്തിനെതിരെ അനുവിനെ ആര് ഫയർ ചെയ്യാൻ വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരെ അതിനെ തടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാകും അനുവിന്റെ കൂടെ എന്ന് അവർ രണ്ടുപേരും കൂടെ ചെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ക്യാമറയിൽ ചെന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് നിവിനെ കൊണ്ടുവരണം, നിവിൻ മികച്ച ഗെയിമറാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് റെനയ്ക്ക് കൊടുത്ത ചോറ് മതിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നമാണ്. റെനയ്ക്ക് ചോറ് മതിയാവാത്തോണ്ട് വീണ്ടും അനുവിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ അനു പറയുന്നു നീ ആദ്യം തിന്നിട്ട് ബാക്കി കൊണ്ട് തരാന്ന് പറയുന്നുണ്ട്. റെന എന്തായാലും മേടിച്ചിട്ടേ പോവുള്ളെന്ന് പറഞ്ഞ് റെനയും നിൽക്കുന്നു. അവസാനം റെനയ്ക്ക് ദേഷ്യം വന്നിട്ട് നിലവിലുള്ള ചോറെടുത്ത് അനുവിന്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നീ ഇതെല്ലാം കൂടെ എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. പിന്നീട് ഒരു സ്പോൺസേഡ് ടാസ്ക് ആണ്, സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു സ്പോൺസേഡ് ടാസ്ക് ഉണ്ടാവുന്നു. പിന്നീട് റെനയും അക്ബറും അപ്പാനിയും തമ്മിലുള്ള ഒരു ഇതാണ്, അനുവിനെ കളിയാക്കി പാട്ട് പാടുന്നുണ്ട്, പ്രാഗി അത്തരത്തിലുള്ളൊരു പാരഡി പാട്ടാണ് പാടുന്നത്. ഉടനെ അനു പറയാണ് നീയൊക്കെ ഒരു ആണാണോടാ, നീ എന്താണ് ആണുങ്ങളെ പറയിപ്പിക്കാൻ ഉണ്ടായ ജന്മമാണോടാ, ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പറയിപ്പിക്കാനാണ് നിന്നെ പോലൊരു ജന്മം ഉണ്ടായത്, പാട്ടുകാരന്മാർക്കൊരു ശാപമാണ് നിന്നെ കണക്കൊരു അലവലാതി ഈ ലോകത്തില്ല, നീയൊക്കെ എന്തായാലും അനുഭവിക്കും, നിന്നെ ഞാൻ ശപിക്കുകയാണെന്നുള്ള രീതിക്ക് അനു വെച്ച് അലക്കുന്നുണ്ട്. പിന്നീട് ശൈത്യ ക്യാമറയെ നോക്കി പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കൂടെയുള്ളവരെല്ലാം സെൽഫിഷ് ആണ്, ഈ പറയുന്ന നിവിൻ എന്ന് പറയുന്നത് നമുക്ക് കുറെ ആഹാര സാധനങ്ങളൊക്കെ കഴിഞ്ഞ രാത്രി തന്നതാണ്, അതുകൊണ്ട് തന്നെ നിവിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ശൈത്യ കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ആദില നൂറ ഷാനവാസ് തമ്മിലുള്ള സംസാരമാണ്. അതിലാണ് നൂറ പറയുന്നത് നിവിൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ റിലേഷൻഷിപ്പ് തകർക്കുമെന്നും ഇഷ്ടമല്ലെന്നും ഈ പറയുന്ന നമ്മളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് അനുവും പറയുന്നുണ്ട് കല്യാണം കഴിച്ചവരെ പുറത്ത് നിന്ന് എന്നുവെച്ചാൽ നിവിന്റെ ഫ്രണ്ട്സിനെ തന്നെ ഡിവോഴ്സ് ആക്കിയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഷാനവാസ് കേട്ടിട്ട് പറയുന്നുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിവിന്, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല, കുടുംബം തകർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്നുള്ള രീതിക്ക് ഷാനവാസ് അവിടെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പിന്നീട് എന്താ പറയുന്ന ഒണിയലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കേക്ക് കെട്ടിയത് ആഘോഷിക്കുന്നതും ഒണിയലിന്റെ വീട്ടുകാർ വന്നിട്ട് ബർത്ത്ഡേ വിഷസ് വീഡിയോ ആക്കി കിട്ടുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അക്ബറും അപ്പാനിയും റെനയും തമ്മിലുള്ളൊരു സംസാരമാണ്. സത്യത്തില് അനുവിനെ കളിയാക്കുന്നതാണോ, അത് നമുക്ക് രണ്ട് രീതിയിൽ സത്യത്തിൽ ചിന്തിക്കാം. അനുവിനെ പട്ടി എന്നുള്ളൊരു സംഭവം ഉപമിച്ച് പറയുന്നതായിട്ടും പറയാം. അനു പറഞ്ഞൊരു വാക്കിൽ നിന്ന് അവര് മറ്റൊരു
മറ്റൊരു അർത്ഥത്തിൽ അതിനെ എന്താണ് പറയാ, സർക്കാസ്റ്റിക്കലി കളിയാക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അനു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വൃത്തിയാക്കൂല, എന്റെ പട്ടി വൃത്തിയാക്കും എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി മാസമായിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്ബർ പറയുന്നുണ്ടായിരുന്നു, അത് പട്ടി വന്ന് കഴുകി വെക്കും എന്ന് പറഞ്ഞിട്ട് അനു തന്നെയാണല്ലോ കഴുകി വെക്കുന്നത്. അപ്പൊ റെന പറയുന്നുണ്ട്, പട്ടിക്കും അനുമോൾക്കും അതേ മുഖച്ഛായയാണല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അത് മാത്രമല്ല, പട്ടിയെ വിളിക്കും പോലെ അനുവിനെ എല്ലാരും കൂടെ ചേർന്ന് അപ്പാനിയും അതുപോലെ തന്നെ അക്ബറും റെനയൊക്കെ ചേർന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് റെന പറയുന്നുണ്ട്, നന്നായി പാത്രം കഴുകൂ പട്ടി എന്നുള്ള രീതിക്ക് പറഞ്ഞ് ആ ഒരു സംഭവത്തെ കളറാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അഭിഷേകും ഷാനവാസും തമ്മിലുള്ള ഒരു സംസാരമാണ്. ഷാനവാസ് പറയുന്നത് വെച്ചാല് നവീൻ ബിഗ് ബോസിന്റെ ആ ഒരു സീസൺ 7 തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിനെ തന്നെയാണ് വെല്ലുവിളിച്ചത്. അത്തരത്തിൽ ആ ഒരു ശ്രമത്തിലൂടെയാണ് ഇവിടെ നിന്ന് പുറത്തു പോയത്. അതൊരു ആനമണ്ടത്തരമായി പോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ മറ്റൊരു കാര്യവും കൂടെ നടന്നു. ആദിലയുടെ നൂറയുടെ അവൻ ഇങ്ങനൊരു സംസാരിച്ചായിരുന്നു, അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യും, അവരെ പിരിക്കും, ഡിവോഴ്സ് ആക്കും എന്നൊക്കെ പറഞ്ഞത് മോശമായി പോയി എന്ന് ഷാനവാസ് അഭിഷേകിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് നിവിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് അവര് തിരികെ എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. പിന്നീട് ടീം പിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിലവിൽ 7 പേര് ടാസ്ക് ചെയ്യാൻ പോയത് കൊണ്ടും അടിമയായതുകൊണ്ടും അതുപോലെ തന്നെ മറ്റേ സ്വേച്ഛാധിപതി ടാസ്ക് ഉള്ളത് കൊണ്ടൊക്കെ കൃത്യമായിട്ട് ടീം പിരിച്ചില്ലായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പൊ പുതിയ ടീം പിരിച്ചിട്ടുണ്ട്. ബാത്റൂം ടീമായിട്ട് അനുമോൾ, അക്ബർ, അഭിലാഷ്. അതുപോലെ തന്നെ അഭിലാഷാണ് ക്യാപ്റ്റൻ. കിച്ചൺ ടീമിലേക്ക് ശൈത്യ, ജിസേല്, റെന, ഷാനവാസ് ക്യാപ്റ്റൻ, ഒരു പണിയും ചെയ്യാത്ത ക്യാപ്റ്റൻ. പിന്നെ വെസൽ ടീമില് അനീഷ്, അതുപോലെ തന്നെ ആര്യൻ, ആദില. അതില് ആര്യനും അനീഷും തമ്മിൽ ഇപ്പൊ ഒട്ടും ചേരുന്നില്ല. ടാസ്കിന് പോയതിനു ശേഷം അനീഷ് ഒരു വർക്കും ചെയ്തില്ല എന്നുള്ള രീതിക്ക് ഭയങ്കര ഒരു ദേഷ്യമുണ്ട് ആര്യന്. സത്യം പറഞ്ഞാൽ പണിയൊന്നും ചെയ്തില്ല, അത് മറ്റൊരു സത്യം. ഉറക്കമായിരുന്നു പരിപാടി അനീഷിന്. പിന്നെ ഫ്ലോർ ടീമിലേക്ക് ഇട്ടത് ഒണിയൽ, ബിന്നി, രേണു, നൂറ. അതിൽ ഒണിയലാണ് ക്യാപ്റ്റനായിട്ട് വന്നേക്കുന്നത്. പിന്നീട് ആര്യൻ പേപ്പർ അനീഷിന്റെ നേരെ ചുരുട്ടി എറിയുന്നുണ്ട്, ഒരു വിലയില്ലാത്ത രീതിക്ക് ചുരുട്ടി എറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അപ്പാനിയുടെ അടുത്ത് ഇത് അനീഷ് പറയുന്നതായിട്ടൊക്കെ കാണാം. ഏറ്റവും അവസാനമായിട്ട് ഈ പറയുന്ന ഏകദേശം 2 മണി ആവുന്ന സമയത്ത് ആര്യനും ജിസേലും എല്ലാരും കിടന്നുറങ്ങിയാണ്. അപ്പോഴ് അനുവിന്റെ ഏതോ ഒരു കിറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിക്ക്, മൊത്തത്തിലുള്ള എന്തോ ഒരു കിറ്റ് നഷ്ടപ്പെട്ടു, അത് എടുത്തോ എന്നുള്ള രീതിക്ക് ആര്യന്റെ അടുത്ത് വരുന്നു. ആര്യന്റെ ബാഗ് ഒന്ന് തുറക്കാവോ, അല്ലെങ്കിൽ ആ പോർഷൻ ഒന്ന് തുറന്നിട്ട് എനിക്കൊന്ന് പരിശോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതോടുകൂടി ഇന്നത്തെ അതിസംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസം അവസാനിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. 24ാമത്തെ ദിവസം. നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടി വിട്ടുപോയടാ? ഏതെങ്കിലും ചെറിയ കാര്യങ്ങളായാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? എന്തായാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരുവിധം നമ്മൾ കവർ ചെയ്തു. പിന്നെ രണ ഫാത്തിമ ഫുഡ് കൊടുക്കാത്ത സംഭവം മാത്രം നമ്മളത് ഒരുപാട് എലാബറേറ്റ് ചെയ്തില്ല. അതായത് തിരിച്ചാണ് ചോറ് കൊടുക്കാതിരുന്നെങ്കിൽ, അനുമോക്കാണ് ചോറ് കൊടുക്കാതിരുന്നെങ്കിൽ സംഭവിച്ചാണ്. അതെ, എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് 24ാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ ബൈ.